ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞങ്ങളത് നമ്മുടെ എറണാകുളം ജില്ലയിലുള്ള പിറവം മണിയിടെന്ന് പറഞ്ഞ സ്ഥലത്താണ്. എൻ്റെ അമ്മേൻ്റെ വീട് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം ഇവിടെ നിൽക്കാൻ വേണ്ടി വന്നേന്. അപ്പോൾ വീടിൻ്റെ അകത്തിരുന്ന് ബോറടിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കസിൻസൊക്കെ കൂടി നൈസായിട്ട് ഇവിടെ ഒരു വയലുണ്ട്. വയൽ മീൻസ് പാടശേഖരമുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് നേരം പോയി സ്പെൻഡ് ചെയ്യാം കേട്ടോ. നമ്മളങ്ങനെ പാടത്തിന്റെ ഇവിടെ എത്തിട്ടോ. നിക്കറാനേ പോരി ഞാൻ പിടിക്കണോ? ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിങ്ങനെ തോട്ടിലെ വെള്ളത്തിൽ കുളിച്ചുകൊണ്ടിരിക്കണുണ്ട. നല്ല സുന്ദരമായ തെളിഞ്ഞ വെള്ളം. നാട്ടിൻ പ്രദേശം എന്നാൽ ഇതുപോലെ തോടുകളിൽ നല്ല വെള്ളമൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മുടെ നാട്ടിൽ തോടില്ലെന്നല്ല, എന്നാലും അവിടെ അഴുക്ക് വെള്ളമാണ്. അവിടെ ഇങ്ങനെ കുളിക്കാനൊന്നും പറ്റില്ല. ഇപ്പോൾ നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഉണ്ടോ, എൻ്റെ കൈ കാണാൻ പറ്റുന്നുണ്ടോ? നല്ല തെളിഞ്ഞ വെള്ളം, പാടത്തിൻ്റെ നടുക്ക് നല്ല തണുത്ത ഒഴുക്കുള്ള വെള്ളം. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നമ്മൾ ഈ ചെറിയൊരു പാലത്തിൻ്റെ അടിയിൽ നിന്നാണ് സംസാരിക്കണം. അപ്പോൾ ഈ സ്ഥലത്തിനെ കുറിച്ച് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, മണിയിടുന്നാണ്. അപ്പോൾ ഈ സ്ഥലത്ത് നമ്മളെ ഫ്ലവേഴ്സ് ടിവിൻ്റെ സ്റ്റാർ മാജിക് ഒക്കെ ഷൂട്ട് ചെയ്യണ ഇവിടെ മണിയുടെ അടുത്താണ്. ഇവിടെ നിന്ന് കുറച്ച് 1.5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. പിന്നെന്താ പറയുക, ഇതുപോലെയൊക്കെ ഒന്ന് കുളിക്കാൻ കിട്ടുന്ന ഒരു ഭാഗ്യവും ഇതുപോലത്തെ അവസരമൊക്കെ.
എന്താ പറയുക, ഭയങ്കര സന്തോഷം. ഫോണായിട്ട് നീന്തണം കേട്ടോ, എന്താവും അറിയില്ല. നമ്മളെ അനിയനും ഇറങ്ങാൻ പോണേട്ടോ. വാളെ ഇറങ്ങിയോ. എങ്ങനെയുണ്ടാ എടാ, കാല് കുത്തണ അവിടെ. വാ വാ വാ, കാലി പിടി. എന്താണ് നിന്റെ എക്സ്പീരിയൻസ്? വളരെ നല്ല എക്സ്പീരിയൻസ്. എന്നാ പിടിക്കില്ലേ? കണ്ണൊക്കെ കറങ്ങണ്. മിക്കവാറും വീട്ടിൽ ചെല്ലുമ്പോ നല്ല പനി പിടിക്കുന്നതാണ് തോന്നുന്നത്. ഇവന് പനി പിടിക്കുന്നതാണ്. ഗൈസ്, അങ്ങനെ നമ്മൾ തിരിച്ചു പോകണം കേട്ടോ. ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിക്കാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു, നല്ല രീതിയിൽ കാണിക്കുന്നു. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.